Hi guys, Assalamu alaikum. Welcome back to my channel. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉഴുന്നുവട. I don't really know what comes next. I'm just doing my വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 5 മണിക്കൂർ ഇത് കുതിർത്തി വെച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. നമ്മളെ ഉഴുന്നെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അരച്ചിട്ടെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് അരച്ച. നമ്മളെ മാവെല്ലാം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നെല്ലാം കൂടിയിട്ട് അരച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി, ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. നല്ല മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നിവിടെ നമ്മൾ മിക്സാക്കിയിട്ട് എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ മിക്സാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് പാകമായിട്ടുണ്ട്. നമുക്കിത് ഉഴുന്നുവടയായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മളെ ഉഴുന്നുവടക്കുള്ള ഓയിൽ നമ്മളിവിടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കത്തിക്കൊണ്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോരോ ഉഴുന്നുവടയാക്കിയിട്ട് ഇടാം. നമ്മളെ എണ്ണ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഉഴുന്നുവടയാക്കിയിട്ട് ഇടുന്നുണ്ട്. നമുക്കിത് ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഉഴുന്നോടെ ഇങ്ങനെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നോട റെഡിയാകുന്നുണ്ട്. നമ്മളെ ക്രിസ്പി ഉഴുന്നോട റെഡിയാകുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ ഉഴുന്നോടൊക്കെയുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ട്രൈ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മളെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട് ചമ്മന്തിക്കുള്ള. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു 3-4 വറ്റൽ മുളക്, ഒരു സവാള അരിഞ്ഞു വെച്ചത്. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ചമ്മന്തി ആയതുകൊണ്ട് തക്കാളിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടിയത്. നമുക്കിതൊന്ന് ചെറുതായിട്ട് വാടുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളെ തക്കാളി എല്ലാം വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ മിക്സ് ചെയ്യാം, ആഡ് ചെയ്യാം. നമുക്ക് ഒരു 1.5 സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു സ്പൂണ് സാദാ മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെക്കാം. ചൂടാറിയിട്ട് വേണം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള കടുക് കൂടെ പൊട്ടുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് വെക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവടയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് താളിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഉഴുന്നോടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.